രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് മിന്നുന്ന തുടക്കം. മഹാരാഷ്ട്രയ്ക്ക് 4-ാം വിക്കറ്റ് നഷ്ടമായി. സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത്. പറയൂ സലീം. ഗുഡ് മോർണിംഗ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു പ്രഭാതമാണ് ഇന്നുള്ളത്. കാരണം ഈ കഴിഞ്ഞ രഞ്ജി ട്രോഫി റണ്ണേഴ്സ് അപ്പ് ആയിരുന്നു കേരളം. അതിന് പിന്നാലെ പുതിയ സീസൺ തുടങ്ങുമ്പോഴും മിന്നുന്ന തുടക്കമാണ് കേരളത്തിന് ലഭിച്ചിരിക്കുന്നത്. 5 റൺസ് മാത്രം എടുക്കുന്നതിനിടയിലാണ് മഹാരാഷ്ട്രയുടെ 4 വിക്കറ്റുകൾ എറിഞ്ഞിടാനായത്. ഇപ്പോഴും 12 റൺസിന് 4 വിക്കറ്റ് എന്ന നിലയിലാണ് മഹാരാഷ്ട്ര. മാത്രമല്ല, ഏതെങ്കിലും ഒരു ബാറ്റ്സ്മാന് 1 റൺസെങ്കിലും കേരളത്തിനെതിരെ നേടാൻ കഴിഞ്ഞത് 7.3 ഓവറിലാണ്. അതായത് ആദ്യത്തെ 45 പന്തിനിടയിൽ 1 റൺസ് പോലും നേടാൻ ഒരു ബാറ്റ്സ്മാനും ആയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, 4 പ്രധാനപ്പെട്ട മുൻനിര ബാറ്റ്സ്മാൻമാർക്കാണ് 1 റൺസ് പോലും ചേർക്കാനാവാതെ ഔട്ടായത്. അതിൽ തന്നെ മുൻ ഇന്ത്യൻ താരം പൃഥ്വി ഷായും അർഷിൻ കുൽക്കർണിയും സിതീഷ് വീറും ആണ് പുറത്തായ പ്രധാനപ്പെട്ടവർ. അങ്കിത് ഭവാനെയും 1 റൺസും എടുക്കാതെ പുറത്തായി. നിതീഷും ബേസിലും ചേർന്നാണ് ഇവരെ ആദ്യഘട്ടത്തിൽ മഹാരാഷ്ട്ര എറിഞ്ഞൊതുക്കുന്നത്. ഇരുവരും തന്നെയാണ് ഇപ്പോഴും ഈ ബൗളിംഗ് തുടരുന്നത്. അതിൽ രണ്ടുപേരും ഈ 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ സൂപ്പർ താരം സഞ്ജു സാംസണും ഇന്നത്തെ പ്ലേയിങ് 11-ലുണ്ട്. എന്തായാലും കഴിഞ്ഞ സീസണിൽ നടത്തിയ മിന്നുന്ന പ്രകടനം ഇത്തവണ വീണ്ടും ആവർത്തിക്കും എന്ന സൂചന നൽകുന്ന തുടക്കമാണ് പുതിയ സീസണിലെ രഞ്ജി ട്രോഫിയിലും കേരളം നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.